45 മണിക്കൂർ നീണ്ട ധ്യാനത്തിന് ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. അവിടെ നിന്ന് പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നിന്ന് അദ്ദേഹം ഉടൻ മടങ്ങുന്നു. അതിൻ്റെ ക്രമീകരണങ്ങൾ കുറേ നേരമായി അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ, സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതായിരുന്നു നേരത്തെ അമൽ തേനംപറമ്പിൽ റിപ്പോർട്ട് ചെയ്തത്. അമൽ, പ്രധാനമന്ത്രി മടങ്ങുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ അല്പം വ്യക്തത വരുന്നു. അല്പസമയം തന്നെ അവിടെ ക്രമീകരിച്ചിരിക്കുന്ന ബോട്ടുണ്ട്. ബോട്ടിൽ പ്രധാനമന്ത്രി തീരത്തേക്ക് എത്തും. തീരത്ത് പ്രത്യേക ഹെലികോപ്റ്റർ തയ്യാറാക്കി സജ്ജമായി നിൽക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. തിരുവനന്തപുരത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നീട് ഹെലികോപ്റ്ററിലായിരുന്നു കന്യാകുമാരിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയും ചെയ്തിരുന്നത്. അതിന് സമാനമായി തന്നെ തിരികെയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർപോർട്ടിന്റെ പ്രത്യേക വിമാനം, പ്രധാനമന്ത്രിയുടെ വിമാനം തയ്യാറാണ്. ആ വിമാനത്തിൽ പ്രധാനമന്ത്രി വൈകിട്ടോടുകൂടി ഡൽഹിയിലേക്ക് പോകും. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ സന്ദർശനത്തിന് കൈവരികയാണ്, ഈ ധ്യാനത്തിന് കൈവരികയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടവും പൂർത്തിയാകുന്നു. ആ പൂർത്തിയാകുമ്പോഴാണ്, അവസാന ദിവസമാണ് പ്രധാനമന്ത്രി ഈ കന്യാകുമാരിയിലെ ധ്യാനം പൂർത്തിയാക്കി മടങ്ങുന്നത്. വാരണാസിയിൽ സ്വന്തം മണ്ഡലത്തിലടക്കം വോട്ടെടുപ്പ് നടക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകും പ്രധാനമന്ത്രിക്ക് പോകുന്നതിനുള്ള ബോട്ട് സജ്ജമാണ്. ആ ബോട്ടിലേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഒരു വട്ടം ഇത്തരത്തിൽ ബോട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരുന്നു. ബോട്ടിൽ അല്പം നീങ്ങുകയും ചെയ്തു. പക്ഷെ പിന്നീട് വീണ്ടും അത് ഈ വിവേകാനന്ദ പാറയ്ക്ക് സമീപത്തേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് തിരുവള്ളൂരിന്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തി പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇപ്പോൾ വീണ്ടും ഈ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി ഇറങ്ങി വരുന്നത്. അധികം വൈകാതെ തന്നെ ഈ ബോട്ട് തീരത്തേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിന് ശേഷം മടങ്ങുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. നേരത്തെ അദ്ദേഹം ബോട്ടിൽ വന്നുവെങ്കിലും പക്ഷേ വീണ്ടും പാറയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ വിന്യാസം, പ്രധാനമന്ത്രി നടന്നു നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ തത്സമയം നമുക്ക് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിന് ശേഷം മടങ്ങുകയാണ്. നേരെ തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹം വിമാനമാർഗം പോവുക. നേരത്തെ തിരുവനന്തപുരം വഴി തന്നെയായിരുന്നു അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോയിരുന്നതും. അദ്ദേഹം ബോട്ടിലേക്ക് കയറുകയാണ്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി മറ്റുള്ളവരുടെ വരവുൾപ്പെടെ തടഞ്ഞ് കർശനമായ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പ്രധാനമന്ത്രി അവിടെ ധ്യാനമിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി പ്രാർത്ഥിക്കുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ധ്യാനം പൂർത്തീകരിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമൽ, മറ്റൊരു ഔദ്യോഗിക പരിപാടിയും ഇല്ലല്ലോ പ്രധാനമന്ത്രിക്ക്, അല്ലെങ്കിൽ ഈ ധ്യാനം കഴിഞ്ഞ് നേരെ മടങ്ങുന്നു. പക്ഷേ രാഷ്ട്രീയമായി ഈ ധ്യാനമുണ്ടാക്കിയ ചർച്ചകൾ എത്രത്തോളം പ്രധാനമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ദേശീയ തലത്തിൽ? വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ വരവിൽ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് കഴിഞ്ഞ തവണ കേദാർനാഥിൽ ഗുഹയിൽ പ്രധാനമന്ത്രി ധ്യാനം വരുന്ന സമയത്തും ഇതിന് സമാനമായി തന്നെയുള്ള പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം ആ വിഷയത്തിൽ ലഭിച്ചിരുന്നു. നിരന്തരം ദേശീയ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ തുടർച്ചയായി ഇടവേളകളില്ലാതെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം സംബന്ധിച്ച റിപ്പോർട്ടുകളും മറ്റുമൊക്കെ പോകുന്നത്. അത് ഉത്തരേന്ത്യയിൽ ഏത് തരത്തിലുള്ള ചലനം ഉണ്ടാക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ചും വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. യു.പിയുടെ പല ഭാഗങ്ങളിലുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഹിമാചലിൽ നിന്നാണ് വോട്ടെടുപ്പ്. അങ്ങനെ കൃത്യമായി വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ, പ്രധാനമന്ത്രിയുടെ ഈ ഇരിപ്പിന് വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ആ സമയത്താണ് ഒരു നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം സാധാരണ നിലയിൽ ഈ ലൈവിൽ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചെയ്തത് അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിക്ക് ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസവും സജീവമായി നിൽക്കാൻ കഴിഞ്ഞു. സംസാരിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ കൂടി സജീവമായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കുമോ എന്നുള്ളതാണ്. ഈ കന്യാകുമാരിയിൽ ആഞ്ഞടിക്കുന്ന തിരമാലയും വീശുന്ന കാറ്റുമൊക്കെ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അത് തിരിച്ചടിയാകുമോ എന്നുള്ളത് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഒരു പ്ലസ് പോയിന്റായി പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ബി.ജെ.പിക്കും ഇവിടുത്തെ ധ്യാനം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ടത്. പ്രധാനമന്ത്രിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അദ്ദേഹം വിവേകാനന്ദ പാറയിലൂടെ നടന്നു നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളൊപ്പം തിരുവള്ളുവർ പ്രതിമയിൽ ഉൾപ്പെടെ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് മടങ്ങുന്നു. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കന്യാകുമാരിയിൽ നിന്നുള്ള മടക്കം. രാജ്യം തിരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ അവസാനഘട്ട വോട്ടെടുപ്പ് എന്ന് പുരോഗമിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ധ്യാനമിരുന്നത്. അത് പൂർത്തീകരിച്ചിപ്പോൾ മടങ്ങുന്നു. രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവം. അതിനുശേഷം പ്രധാനമന്ത്രി മടങ്ങുകയാണ്. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമൽ, ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നു. പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങുകയാണ്.
അമൽ പറഞ്ഞു വന്നത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനും ധ്യാനത്തിനും, കന്യാകുമാരി സന്ദർശനത്തിനും ധ്യാനത്തിനും ദേശീയ തലത്തിൽ ലഭിച്ചു. പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പിന്റെ തലേ ദിവസവും ആ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ തമിഴ്നാട്ടിൽ DMK അടക്കം പരാതിയുമായി രംഗത്ത് വന്നിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ഏത് തരത്തിലായിരുന്നു? തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് എങ്ങനെയായിരുന്നു ചർച്ചകൾ? പ്രധാനമന്ത്രി ധ്യാനമിരിക്കാനായി കന്യാകുമാരിയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായ അതൃപ്തി അറിയിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിൽ ചില എതിർപ്പുകളും മറ്റുമൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അടക്കം മാധ്യമ സംവിധാനത്തെ അടക്കം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യരുത് എന്നതടക്കമുള്ള ആവശ്യങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ കോണുകളിലായി ഉയർന്നു വന്നു. പ്രത്യേകിച്ചും ഏറ്റവും അധികം വിമർശനവുമായി രംഗത്തെത്തിയത് DMK തന്നെയാണ്. എന്നാൽ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യ മുന്നണി നേതാക്കൾ തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ നിൽക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തെ സജീവ ചർച്ചയാക്കി നിൽക്കുന്ന ഒരു വിധത്തിലുള്ള പരാമർശങ്ങളും പാടില്ല എന്ന നേതൃത്വത്തിൽ തീരുമാനമുണ്ടായി. അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചാൽ അത് കൂടുതൽ ചർച്ചയാകും, അത് BJPക്ക് ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം. അതിനുശേഷം മയപ്പെട്ടൊരു സമീപനമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഈ ധ്യാനവുമായി ബന്ധപ്പെട്ടുണ്ടായ 45 മണിക്കൂർ ധ്യാനം പൂർത്തീകരിച്ചുകൊണ്ട്